ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഇവിടെ എബ്രായ ലേഖനകർത്താവ് 11-ാം അധ്യായത്തിൽ പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് ഒരു നീണ്ട വിശദീകരണം, അവരനുഭവിച്ച പരിശോധനകളും കഷ്ടതകളും, എങ്കിലും അതെല്ലാം സന്തോഷത്തോടെ സഹിച്ചു. അതിനുശേഷമായിട്ട് 12-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ നോക്കുവാനായിട്ട് പറയുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ ദൈവത്തിൻ്റെ മക്കൾക്ക് എക്കാലത്തും പരിശോധനയുണ്ട്. ആ പരിശോധന സന്തോഷത്തോടെ നാം എണ്ണേണ്ടതാണ്. അതിൻ്റെ നടുവിൽ നാം ആരെയാണ് ശ്രദ്ധിച്ചു നോക്കേണ്ടത് എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ഒരുപക്ഷെ മനുഷ്യന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ അവിടെയെല്ലാം നിരാശപ്പെട്ടു പോകും. അതുകൊണ്ട് പൗലോസിന് പറയുവാനുള്ളത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാനായിട്ടാണ് ഇവിടെ പറയുന്നത്. പരിശോധനകളുടെ 4 ഫലങ്ങൾ പൗലോസിന് പറയുവാനുള്ളത്, ഒന്ന് സഹിഷ്ണുതയെക്കുറിച്ചാണ്, രണ്ടാമത്തത് ശുദ്ധതയെക്കുറിച്ച് അഥവാ തെളിഞ്ഞ സ്വഭാവത്തെക്കുറിച്ച്, മൂന്നാമത്തെ കാര്യം അങ്ങനെയുള്ള വ്യക്തിക്കുള്ളതാകുന്ന ഭാവി പ്രത്യാശ, നാലാമത്തെ കാര്യം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുന്ന ദൈവ സ്നേഹത്തെക്കുറിച്ചാണ് പൗലോസിന് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. യാക്കോബും പത്രോസും അവരും പരിശോധനയെക്കുറിച്ച് അവരുടെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പത്രോസ് പറയുമ്പോൾ ഉലയിൽ ഊതിക്കഴിച്ച പൊന്നിനോട് ആണ് നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന തുലനം ചെയ്ത് പറയുന്നത്. അത് ഒരിക്കലും നമ്മെ നശിപ്പിച്ചു കളയുവാനല്ലല്ലോ. ഒരു പൊന്ന് ആ തീയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണല്ലോ അതിൻ്റെ ശോഭയും മാറ്റും എല്ലാം ഏറുന്നത്, അത് വിലയുള്ളതായി മാറുന്നത്. നമ്മുടെയും ജീവിതത്തിൽ പലവിധമാകുന്ന പരിശോധനകളാണ് നമ്മെ കൂടുതൽ മാറ്റുള്ളവരാക്കി ശോഭയുള്ളവരാക്കി തീർക്കുന്നത് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇതിന്റെ നടുവിൽ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്, തന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്ന് ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിനെയാണ് നാം നോക്കേണ്ടത്. ലോകത്ത് മറ്റെവിടേക്ക് നോക്കിയാലും അതെല്ലാം കുറെ കഴിയുമ്പോൾ നമുക്ക് നിരാശകളും വേദനകളും മാത്രമായിരിക്കും തരുന്നത്. ഒരിക്കലും അവിടെയെല്ലാം നമുക്ക് ഒരു സംതൃപ്തി കാണുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ക്രൂശിൽ നമുക്ക് വേണ്ടി സകലവിധമാകുന്ന കഷ്ടങ്ങളും സഹിച്ചവനായ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഓട്ടം നമ്മൾ സ്ഥിരതയോടെ ഓടുന്നെങ്കിൽ നിശ്ചയമായിട്ടും ആ കർത്താവിനോട് ചേർന്ന് നമുക്കും ഒരു വിജയ കാഹളം മുഴക്കുവാനായിട്ട് കഴിയും. അതാണ് ദൈവ കുഞ്ഞുങ്ങളുടെ പ്രത്യാശ. അതുകൊണ്ട് ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്കിടയായി തീരട്ടെ.
ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. യാക്കോബിൻ ദൈവം ഇന്നും നമുക്കുള്ളവൻ, നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലും യേശാദിമ്മാനുവേൽ താൻ നടത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലും യേശാദിമ്മാനുവേൽ താൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ, എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ, അടിപ്പിണരാൽ അവൻ സൗഖ്യമാക്കി. ഇമ്മാനുവേൽ അവൻ തന്നെ